കണ്ണൂർ കണ്ണപുരത്ത് കൊല്ലപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിന്റെ വീട് സന്ദർശിച്ച് പി ജയരാജൻ. റിജിത്ത് വധക്കേസിലെ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചതിന് പിന്നാലെയായിരുന്നു സന്ദർശനം. ഇന്നലെയാണ് കേസിൽ BJP RSS പ്രവർത്തകർ കുറ്റക്കാരെന്ന വിധി വന്നത്. വെട്ടിന്റെ കണക്കെടുത്ത് സിദ്ധാന്തം എഴുതാനാണ് പലർക്കും താൽപര്യമെന്ന് EP പറഞ്ഞു. ഏത് അക്രമികൾക്കും ഒരു കൊലപാതകം നടത്തിയാൽ രക്ഷപ്പെടാൻ കഴിയില്ല. റിജിത്തിന്റെ കൊലപാതകികൾക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പലർക്കും ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം ഉണ്ടാവും. ഇവിടെയും റിജിത്തിന്റെ ശവകുടീരമുണ്ട്, ഒരമ്മയും സഹോദരിയുമുണ്ട്, സഹോദരനുണ്ട്, അവർക്കുമുണ്ട് വേദനകൾ. ഞങ്ങൾ ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാത്തവരാണ്. ഏറ്റവും വലിയ മനുഷ്യസ്നേഹികൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ ദുഃഖത്തിന് ഇനിയും ഒരു ജീവിതത്തിലേക്ക് അവർക്ക് തിരിച്ചു പോകാൻ കഴിയട്ടെ. വേദനയുണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യ ജീവിതം അവർക്കുണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടാണ് അവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ വന്നിട്ടുള്ളത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, എപ്പോഴും 52 വെട്ടിന്റെ കണക്ക് CPM-നെതിരെ തിരിഞ്ഞു കൊത്തുന്ന ഒരു വാചകമാണ്. അതാണോ ഇപ്പോൾ EP ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ BJP-ക്കാരാൽ കൊല്ലപ്പെട്ട റിജിത്തിന്റെ കേസിൽ അതിൽ വിധി വന്നിരിക്കുന്ന 19 വർഷങ്ങൾക്ക് ശേഷമാണ്. ആ കുടുംബത്തെ സന്ദർശിച്ച ശേഷം EP പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? സ്മൃതി, അതായത് കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് പെരിയ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഒരു മുൻ MLA തന്നെ പ്രതിസ്ഥാനത്ത് വരികയും കോടതി അദ്ദേഹത്തിന് ശിക്ഷ നൽകുകയും ഉൾപ്പെടെയുള്ള നടപടികളുണ്ടായത്. അതിന് പിന്നാലെയാണ് ഈ റിജിത്ത്, കണ്ണപുരത്തെ ഒരു DYFI പ്രവർത്തകനായിരുന്നു. 19 വർഷങ്ങൾക്ക് മുൻപാണ് റിജിത്തിനെ RSS പ്രവർത്തകർ വെട്ടി കൊലപ്പെടുത്തുന്നത്. ആ കേസിലും ഈ പ്രതികളായിട്ടുള്ള RSS പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചത്. അപ്പോൾ ഈ രണ്ട് കേസുകളിലും, അതായത് ഈ CPM-നെ ഒരുപാട് പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒരു കേസാണ് കാസർഗോഡ് പെരിയയിലെ കേസ്. എന്നാൽ തിരിച്ച് റിജിത്തിന്റെ ഈ കൊലപാതകത്തിൽ CPIM അല്ലെങ്കിൽ CPM പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ രണ്ട് കേസുകളിലും ബന്ധപ്പെടുത്തിയാണ് ഈ EP ജയരാജന്റെ പ്രതികരണം. ഇവിടെയും ഒരു ശവകുടീരമുണ്ട്, രക്തസാക്ഷി കുടീരം കണ്ണപുരത്തുമുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇപ്പോൾ EP-യുടെ പ്രതികരണം. അതിനിടയ്ക്കാണ് കാന്തപുരം വിഭാഗത്തിന്റെ മാസിക റിസാലയിൽ ഈ രക്തസാക്ഷികളെ ഉണ്ടാക്കുന്നതും അതുമേൽ പ്രതികരണം നടത്തുന്നതുമായ CPM-നെ വിമർശിച്ചുകൊണ്ട് ലേഖനം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു